സ്റ്റാർട്ട്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വരലക്ഷ്മി ബേസ്ഡ് സാരി ഡ്രേപ്പിംഗ് വീഡിയോ. ഈ വരലക്ഷ്മി എന്താണെന്ന് വെച്ചാൽ ഈ കർണാടക സൈഡിൽ എല്ലാ വർഷവും വരലക്ഷ്മിയെ ഇരുത്തും വീട്ടിലോട്ട്. അപ്പം സ്റ്റാർട്ടിംഗ് ആയിട്ട് ആരൊക്കെ വെക്കുന്നുണ്ടോ വരലക്ഷ്മിനെ, അവർക്ക് ഈസി സാരി ഡ്രേപ്പിംഗ് എങ്ങനെയാ, എക്സ്ട്രാ കൈക്കാലൊന്നും ഫിക്സ് ചെയ്യാതെ ഒരു സൂപ്പറായിട്ട് ഒരു ലുക്ക് കാണിക്കുന്ന ഒരു വരലക്ഷ്മി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഇന്ന് ഞാൻ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ. ഇത് ഞാൻ കഴിഞ്ഞ വർഷം വേഗം ഒഴിപ്പിച്ച സാരി തന്നെയാണ്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഇതിന് നമ്മൾ ഫ്ലീറ്റ്സ് എടുക്കുവാണ്, കുഞ്ഞു ഫ്ലീറ്റ്സ് എടുക്കുന്നത്. നമ്മൾ നോർമൽ സാരിക്ക് എങ്ങനെയാണ് ഫ്ലീറ്റ്സ് എടുക്കുന്നത് അതേപോലെ തന്നെ ഫുൾ സാരി നമുക്ക് ഫ്ലീറ്റ്സ് എടുക്കണം. ഇവിടെ ഞാൻ ഹാഫ് പോർഷൻ വന്നിട്ട് ഫ്രില്ല് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ ബാക്കിയുള്ളത് എടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ നിന്നെടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇത് സാരി താഴെ ഇട്ട് നിങ്ങൾക്ക് ഈ ഫ്രില്ല് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ തിരിച്ച് കുത്തുക. സോ ഫ്രണ്ട്സ്, ഇത്രയും ഞാൻ ഫ്രില്ലിട്ടിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ വെക്കത്തില്ലേ അതേപോലെ ഇത് ഫുള്ള് ഫ്രില്ലിട്ടിട്ടുണ്ട്. ഇത്രയും ഭാഗം നമ്മുടെ പല്ലു സൈഡ് വിട്ടിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ നമുക്ക് രണ്ടായിട്ട് മടക്കാം. ഈ എച്ചും നേരെ പാതി ഇങ്ങനെ ആക്കി ഇതിങ്ങനെ എടുക്കാം. ഇനി നമ്മുടെ നോർമൽ ഫ്രില്ല് എങ്ങനെ എടുക്കുന്നുണ്ടോ ഇതിങ്ങനെ ഞാൻ ഫ്ലീറ്റ് ഇട്ടുകൊണ്ടിരിക്കുക. ബാലൻസ് ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. സോ ഇങ്ങനെ നമ്മൾ നോർമൽ സാരി കൊടുക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ ചോദിക്കല്ലേ നിങ്ങളുടെ ശരീരത്തിൽ വെച്ചിട്ട് അതോ ദൈവത്തിന് കൊടുക്കുന്നത്, ഇത് സാമ്പിൾ ആയതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് കൈപിടിച്ച് ഒരു ഹെൽപ്പ് എടുത്തിട്ട് ഇപ്പൊ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ സെൽഫ്. സോ നമ്മളുടെ ഫ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പല്ലും, ഇത് നമ്മുടെ സെൻറ്റർ ഫ്ലീറ്റ് കൊടുക്കുന്നത് കാണാം. ലെറ്റ്സ് ഗോ. സോ ഇവിടെ ഞാൻ ഇങ്ങനൊരു സ്റ്റൂൾ എടുത്തിട്ടുണ്ട്. ഇതിലല്ല ഞാൻ വെക്കുന്നത്, പക്ഷെ ഇതിപ്പോൾ സാമ്പിൾ കാണിക്കാനായിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കൊരു നല്ല വൃത്തിയുള്ള ഒരു പുതിയ ബെഡ്ഷീറ്റോ ഇല്ല നമ്മൾ ദീവാനിലേക്കോ ടേബിളിലേക്ക് ഇടുന്നൊരു ബെഡ്ഷീറ്റ് എടുത്ത് ഇങ്ങനെ വിരിക്കാം. വിരിച്ചിട്ട് ഇങ്ങനൊരു പ്ലേറ്റ് വെക്കണേ. ഈ പ്ലേറ്റിനകത്ത് അരി ഇട്ട് വെക്കും. അപ്പം ഇത് ഞാൻ സാമ്പിൾ കാണിക്കുന്നത് ഇടുന്നില്ല. ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഒറിജിനൽ വീഡിയോ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, ഞങ്ങൾ എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ഇടും, അത് കാണുക. അപ്പം ഇതിലേക്ക് ഞാൻ ഇങ്ങനൊരു കുടം വയ്ക്കും. ഈ കുടത്തിലേക്ക് ഞങ്ങൾക്ക് നന്നായിട്ട് അരി നിറയ്ക്കാം, ഇല്ലെങ്കിൽ വെള്ളം നിറയ്ക്കാം. അപ്പം ഇത് എംപ്റ്റി ആക്കാം കേട്ടോ. ഞാൻ വരും സാരി ഉടുപ്പിക്കാൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അത് ഞാൻ ക്ലിയർ ആയിട്ട് പറയുക. ഇവിടെ ഞാൻ ഈ 2 കോലും ആയും, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വടി ഉണ്ടെങ്കിൽ നല്ലൊരു വടി എടുത്താലും മതി. ഇതിങ്ങനെ ഞാൻ കെട്ടുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ദേവിയുടെ ഒരു രൂപം വരണ്ടേ, കൈയും ആ ഒരു കാൽഭാഗവും, അതിന് വേണ്ടി ഇത് കെട്ടിയിരിക്കുന്നത്. നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടുക. കാരണം ഇതിനാ നമ്മുടെ വെയിറ്റ് മൊത്തം നിൽക്കണം. അപ്പം ഇവിടെ പാത്രം ആടുന്ന കാരണം കാര്യമാണ്. ഇവിടെ ഞാൻ ഈ ദേവിയുടെ ഈ ഭാഗത്ത് ಫಸ್ಟ್ ಮಾಡ್ಕೊಂಡಿರೋ ಫಿಲ್ಸ್ ಅಂತ ಹೇಳು. ഇത് നമ്മുടെ സെൻട്രൽ ഫ്ലീറ്റ്സ് എടുക്കണം. അപ്പം ഈ 2 കമ്പിന്റെ സപ്പോർട്ടിലാണ് ഈ സാരി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഈ 2 സെൻട്രൽ പോർഷനും നമുക്ക് ഇങ്ങനെ പിൻ ചെയ്യാം.
കൊടുക്കണം. കാരണം സെൻറ്റർ ഫിൽസ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സാരിയുടെ ആ ഒരു ഫിനിഷിങ് വരത്തില്ല. ഇവിടെ ഞാൻ ഇങ്ങനെ ഡിവൈഡ് ആക്കിയ ഫ്രിൽസ് ഇങ്ങനെ, കാരണം ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ഇരിക്കുന്ന ഒരു രൂപ കേട്ടോ. ഇങ്ങനെ നമുക്ക് ഫ്രിൽസ് വരണം. അപ്പോൾ ഇതിൻ്റെ മേലത്തെ പോർഷൻ നോക്കാം. ഇവിടെ ഞാൻ ഡബിൾ ടേപ്പ് ഒട്ടിക്കുവന്നേ. എന്തിനാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മേളിൽ ഇനിയൊരു കളിഷം വരും. ഇവിടെ ചിലവർ ഡബിൾ ടേപ്പ് ഇടും, ചിലവർ ഈ നമ്മുടെ ഈ ബ്രൗൺ ടേപ്പ് ഇല്ലേ അത് ഈ കളിഷം ഇങ്ങനെ വച്ച് ബ്രൗൺ ടേപ്പ് ചുറ്റുന്നവരും ഉണ്ട്. ഇവിടെ ഞാൻ ഇങ്ങനെ ഒഴുക്കിയിട്ടുള്ള കളിഷം വെക്കുക. അപ്പം ഇവിടെ ഒട്ടുന്നുണ്ട്. ഇത് രണ്ടും ഒട്ടിയിരിക്കുകയാണ്. ഇതിനി ആടത്തില്ല, ജസ്റ്റ് അങ്ങനെ ഇരിക്കും. ദിസ് ഇസ് ദ ഹെഡ് പാർട്ട്, ദിസ് ഇസ് ദ ബോഡി ആൻഡ് ദിസ് ഇസ് ദ ഹെഡ്. ഇതിലേക്കായി വലിയ ചൊമ്പുണ്ടെങ്കിൽ വലിയ ചൊമ്പ് വയ്ക്കാം. പിന്നെ ഇതാ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു സ്റ്റെയിൻ ഇവിടെ താഴെ കെട്ടിയപ്പോൾ ഇതിൻ്റെ ഒരു കയറ് ഇവിടെ കിട്ടും. ഇവിടെ ഞാനൊരു കമ്പ് കൂടെ ലെങ്ത്തുള്ള കമ്പ് കിട്ടിയാൽ നന്നായിരിക്കും. സോ ഞാൻ ഇവിടെ ഒരു ബ്ലൗസ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് പുതിയതാ, ഇതിന്റെ മാച്ചിങ് ഇല്ലാത്തതുകൊണ്ട് ഇത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒരു സാധാ ബ്ലൗസ് എങ്ങനെയാണ് കൊടുക്കുന്നത് ആ രീതിക്ക് കൊടുക്കണം. ഇങ്ങനെ ഫോൾഡ് ആക്കിയിട്ടുണ്ട്. ശരിക്കും നന്നായിട്ട് ഫോൾഡ് ആക്കി ഇവിടെ സ്പേസ് കൊടുക്കണം. കാരണം ഇവിടെ നമുക്ക് കൈക്ക് വളരാവുകയാണ്. അപ്പം ഇതിലേക്ക് ഉള്ളിലോട്ട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ. അകത്തോട്ട് പുഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മെറ്റീരിയൽ നമുക്ക് ഇച്ചിരി ചെസ്റ്റ് പോർഷനായിട്ട് നല്ല ഒരു ഫുൾ ആൻഡ് ഫിനിഷ് വരും. ഈ പല്ലിൽ ഇങ്ങനെ കൊണ്ടുവരണം. അതായത് നമ്മൾ ഒരു മനുഷ്യൻ എങ്ങനെ കൊടുക്കുന്നു അതേ രീതിയിൽ ഇവിടെ ബ്ലൗസ് ഒക്കെ കാണാം. അപ്പോൾ അത് ഇച്ചിരി ഇങ്ങനെ ഫിനിഷ് ചെയ്ത് കൊണ്ടുവരണം. ഈ പോർഷൻ ഇങ്ങനെ എടുത്ത് മുമ്പിൽ ഇടണം. ചെറിയൊരു പോർഷൻ എടുത്ത് കൊടുക്കാം. നമ്മളുടെ ദേവി റെഡിയായി. അപ്പം ദേവിക്ക് അലങ്കാരം വേണ്ടേ? ദേവിക്ക് അലങ്കാരത്തിന് വേണ്ടി നമുക്ക് ജ്വൽസ് ഇടാം. ഇങ്ങനെ ഇരിക്കും. ഈ പോർഷൻ നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഒന്നെങ്കിൽ സേഫ്റ്റി പിൻ വെച്ച് കെട്ടാം, ഇല്ലെങ്കിൽ ഡോബ് ഇതിൻ്റെ കൂടെ ചേർത്ത് കെട്ടാം. ഡോബ് എന്ന് പറയുന്നത് ഇതാ ഡോബ്. ഈ ഡോബ് ഇതും ചേർത്ത് കെട്ടാം, ഇല്ലെങ്കിൽ ഇത് പിൻ ചെയ്യാം. ഇവിടെ ഞാൻ ഈ ഡോബ് കെട്ടും. ഇത് ഗോൾഡിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതായത് ആർട്ടിഫിഷ്യൽ ജ്വല്ലേഴ്സിന് നമുക്ക് ഗോൾഡ് പ്ലേറ്റഡ് കിട്ടും. ഇതിങ്ങനെ കിട്ടുന്നത് ഇവിടെ കെട്ടിക്കൊണ്ട് ഇതിങ്ങനെ നമുക്ക് ചേർത്ത് പിൻ ചെയ്യാം. ഇങ്ങനെ പിന്നിട്ട് ഇതിങ്ങനെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓർണമെന്റ്
സോ ഫ്രണ്ട്സ്, ഇത് വന്നിട്ട് ഇവിടുത്തെ താലിയ, ദ ട്രഡീഷണൽ താലി ഓഫ് കർണാടക എന്ന് പറയാം. വെരി കോമൺലി യൂസ്ഡ് ബൈ കന്നഡിഗാസ്. ആൻഡ് ഈ താലി വന്നിട്ട് ഞാൻ നിത്യപൂജയ്ക്ക് യൂസ് ചെയ്യുന്ന താലിയും ചെയിനും ആദ്യമേ ഇടുന്നത്. ഐ എം യൂസിങ് ഇറ്റ് ഫോർ ഇയേഴ്സ് നൗ. ഇത് എൻ്റെ ഡെയിലി റൊട്ടീനിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഫസ്റ്റ് പ്രയോറിറ്റി അതിനെ കൊടുത്തത്, അതാ ഫസ്റ്റ് ഇട്ട്. പിന്നെ അറ്റ് ദ സെയിം ടൈം ഞാൻ സാരിയുടെ ആ ഒരു പല്ലു പോർഷൻ വന്നിട്ട് കറക്ഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ ഈ ചെയിനും ഇടുന്നുണ്ട്. ഇതും വന്നിട്ട് ഞാൻ കോമൺലി യൂസ് ചെയ്യുന്ന, ഇവിടെ ഞാൻ കലശം വീട്ടിൽ വെക്കാറുണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വരുന്നത് ഞാൻ ഒരു ട്രഡീഷണൽ താലിയായിട്ട് വേർ യു ക്യാൻ സീ ലേഡീസ് വെയറിങ് ഇറ്റ് ഇവിടുത്തെ. സോ ഇറ്റ് ഈസ് ദ വെരി ട്രഡീഷണൽ താലി വിച്ച് ഐ എം ഷോയിങ് യു നൗ. അപ്പം രണ്ടും ഒരേ ലെങ്തായി ഉണ്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ഇച്ചിരി ആർട്ടിഫിഷ്യൽ ജ്വല്ലേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഒരു നെക്ലെസ്. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു വലിയ പെൻഡൻറ്റ് ഉള്ള ഒരു ലോങ് ഹാരം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ട്രഡീഷണൽ ആരെങ്കിലും ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇവിടെ വന്നിട്ട് ഈ 3 ചെയിൻസ് ഒരുമിച്ചായതുകൊണ്ട്, ഒരേ ലെങ്ത് ആയതുകൊണ്ട് ഞാൻ ഈ താലിയുടെ ചെയിൻ വന്നിട്ട് ഇച്ചിരി കൂടെ മേളിലോട്ട് പുൾ ചെയ്ത് ബാക്ക് സൈഡിലേക്ക് ചെയിൻ അതിൻ്റെ സ്ട്രിങ് വന്നിട്ട് പുറമെ ഇടുക. ആൻഡ് ഐ എം പിന്നിങ് ഇറ്റ്. ഞാനത് പിൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ പൂമാലയും മാലയൊക്കെ ഇടുമ്പം ചെയിൻ വന്നിട്ട് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിത് സെക്യൂർ ചെയ്യുക ഒരു പിൻ വെച്ചിട്ട്. പിന്നെ ഇവിടെ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം, ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ വോയിസിന് ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ വെച്ച് നമുക്ക് സെക്യൂർ ചെയ്യാം. കാരണം നമ്മൾ ഇതിൻ്റെ മേളിൽ പൂവൊക്കെ ഇടുമ്പം അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ആവാതിരിക്കാൻ വേണ്ടി ഇങ്ങനൊരു പിൻ. ഈ ഒരു ഭാഗം നമുക്ക് നന്നായിട്ട് നമ്മൾ ഇരിക്കുമ്പം ചന്ദനക്കാല് കൂട്ടി ഇരിക്കുമ്പോൾ എങ്ങനെയുണ്ടോ ആ ലുക്ക് അവിടെ. സോ ഇവിടെ വന്നിട്ട് ഞാൻ സിൽവറിൻ്റെ ഫേസ്, അതായത് ലക്ഷ്മിയുടെ ഫേസ് ഞാൻ വെക്കുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് മുക്കുവാട. ആൻഡ് ദിസ് ഈസ് ദ കംപ്ലീറ്റ് ഡ്രേപ്പിംഗ് സെക്ഷൻ ഓഫ് വരലക്ഷ്മി. ആൻഡ് വാട്ട് യു ഫീൽ അബൌട്ട് ഇറ്റ് പ്ലീസ് കമൻറ്റ്. ആൻഡ് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നൊരു കാര്യമുണ്ട്, ദിസ് ഈസ് നോട്ട് ആ ട്രഡീഷണൽ, പക്ഷേ ഐ ഡു ഫോളോ ദിസ് ആൻഡ് ഐ ഫീൽ സോ ഹാപ്പി. ആൻഡ് ഇവിടെ വന്നിട്ട് ഞാൻ ഒരു കോമ്പറ്റീഷന് വേണ്ടി ഹാരം എടുത്തിട്ടുണ്ട്. ദിസ് ഹാരം ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ഹാരം. നമുക്ക് നോർമൽ ഡേയ്സിൽ ബാംഗ്ലൂരിൽ ഈ പൂവിൻ്റെ വില കുറവാണ്. പക്ഷേ വെൻ കംസ് ടു ഫെസ്റ്റിവൽ സീസൺ ഇവിടുത്തെ പൂവിൻ്റെ വില നല്ല വിലയാണ്. അപ്പം ഞങ്ങൾ ഇച്ചിരിയൊക്കെ ആർട്ടിഫിഷ്യൽ ആഡ് ചെയ്യും. പൂ മേടിക്കത്തില്ല എന്നല്ല, പൂ മേടിക്കും. അത്യാവശ്യമുള്ളത് മാത്രമേ മേടിക്കത്തുള്ളൂ. ഹാരമൊക്കെ ഒത്തിരി മേടിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് അത്രയ്ക്ക് എക്സ്പെൻസീവ് ആയിരിക്കും ആ ഒരു സമയം. സോ ദിസ് ഇസ് ഹൗ വി യൂസ് ഇറ്റ്. സോ ഇവിടെ എനിക്കൊരു സജഷൻ ഉണ്ട്. നിങ്ങൾ വരലക്ഷ്മി ഇരുത്തുവാണെങ്കിൽ, if you're placing Varalakshmi at your home, please place it in the sitting position. Please don't place it in the standing position. ഇനിയൊരു കാര്യം പറയട്ടെ, വെൻ കംസ് ടു കർണാടക ഞാൻ കണ്ടിട്ടുള്ളൊരു വലിയ കാര്യം, ദേ ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ബാംഗിൾസ്. ആൻഡ് നോട്ട് ഗോൾഡ് ബാംഗിൾസ്, ഇറ്റ് ഈസ് ഗ്ലാസ് ബാംഗിൾസ്. ആൻഡ് ദേ യൂസ് ഇറ്റ് എവറി ഡേ. ലേഡീസ് ഇവിടെ നന്നായിട്ട് ഇടുന്നത്. സോ ഇവിടെ വന്നിട്ട് ഞാൻ ലക്ഷ്മിക്കും വള ഇടുന്നുണ്ട്. ഞാൻ കൊടുത്തിട്ടുള്ള കമ്മൻ്റെ ആ എഡ്ജിൽ 2 സൈഡിൽ ഞാൻ വള ഇട്ടിട്ടുണ്ട്. ആൻഡ് ദ ടോപ്പ് പോർഷൻ ഈസ് കൺസിഡർ ആസ് ഹെഡ് ആൻഡ് ദ ബോട്ടം പോർഷൻ ആസ് ലെഗ്സ്. ഇവിടെ വന്നിട്ട് ലക്ഷ്മി വന്നിട്ട് ചന്ദനക്കാലിൽ പൂട്ടിയായിരിക്കണ്ടേ, അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. താമരപ്പൂ ആർട്ടിഫിഷ്യലാണ്, ഒറിജിനൽ കിട്ടുവാണെങ്കിൽ ആ സമയത്ത് ഒറിജിനൽ മേടിക്കും. സോ ഞാൻ സിമ്പിൾ ട്രിക്ക് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഡബിൾ ടേപ്പ് എടുക്കുക, ഇവിടെ ഒട്ടിച്ചിട്ട് ഈ ലോട്ടസിന്റെ ഈ ഒരു ചെറിയ സ്റ്റെമ്പ് അവർ കൊടുത്തിരിക്കുന്നത്, ആ സ്റ്റെമ്പ് ഇവിടെ അങ്ങ് ഒട്ടിക്കുക. ഇതില് ഞാൻ ഏതൊക്കെ രീതി നമുക്ക് സ്റ്റാൻഡ് വെക്കാം. ഇപ്പം പലകാരമൊക്കെ ഉണ്ടാക്കണം,
ദാറ്റ് ഈസ് 7 പ്ലേറ്റ്സ്, 9 പ്ലേറ്റ്സ്, 11 പ്ലേറ്റ്സ്, 16 പ്ലേറ്റ്സ്, ഇങ്ങനെ നമുക്ക് എത്ര തട്ട് വെച്ച് വെക്കാമോ അതൊക്കെ നമ്മുടെ ചോയ്സാണ്. അപ്പം ഇതിനുള്ള സ്റ്റാൻഡിൻ്റെ ലിങ്ക് ഞാൻ മേളിൽ അറ്റാച്ച് ചെയ്തേക്കാം, പിന്നെ അത് നോക്കുക. പിന്നെ ഞങ്ങളുടെ ലക്ഷ്മി എങ്ങനെ ഉണ്ടെന്ന് പറയുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ലക്ഷ്മി ആശീർവാദം. സോ അത്രയേ ഉള്ളൂ ഗൈസ്, താങ്ക് യു. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു ലൈക്ക് ദ ഡ്രേപ്പിംഗ് സെക്ഷൻ വീഡിയോ. ആൻഡ് എനിക്ക് ഒറ്റൊരു റിക്വസ്റ്റ് ഉള്ളൂ, പ്ലീസ് ഡു കമൻറ്റ് ഇഫ് എനി വൺ ഈസ് കീപ്പിംഗ് വരലക്ഷ്മി അറ്റ് ഹോം നമ്മളുടെ ഈ കമ്മ്യൂണിറ്റിയിൽ. ആൻഡ് ആരൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു വരലക്ഷ്മി പൂജ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതാണ് ഇതൊക്കെ. പിന്നെ യെസ്, താങ്ക് യു. ഒത്തിരി പേര് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, അവർക്കൊരു വലിയ താങ്ക്സ് ഫോർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. ആൻഡ് യെസ്, ഒത്തിരി പേരുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന, വാച്ച് ചെയ്യുന്നത്. സോ ഐ ഹാവ് എ ഹംബിൾ റിക്വസ്റ്റ് ടു ദോസ് പീപ്പിൾ, പ്ലീസ് ജസ്റ്റ് സബ്സ്ക്രൈബ്. സോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. Stay tuned for the next video. Until then, tata, bye-bye, see you. And also, I want to thank Kavya for helping me out to take this video. Thank you, Kavya.